വന്നിട്ട് മകള് ചോദിച്ചു, ഉമ്മ കഷ്ടപ്പാട്. ഖദീജ ബീവി പറഞ്ഞ മറുപടി പ്രകാരമാണ്, മോളെ, ലോകത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെയാണ് എനിക്ക് ഭർത്താവായിട്ടും നിനക്ക് പിതാവായിട്ടും കിട്ടിയിട്ടുള്ളത്. മോളെ, ഇത് അനുഗ്രഹമാണ്. ഈ കഷ്ടപ്പാടുകൾ എന്റെ ഭർത്താവ് ആരാണ്, നിന്റെ പിതാവ് ആരാണ്, ഫാത്തിമ, അത് അള്ളാന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഖദീജ ബീവിയെ കെട്ടിച്ചയക്കുന്നതിന് മുമ്പ് മക്കത്ത് പാർത്തിരുന്ന കാലത്ത് ഖദീജ ബീവി ഉമ്മയുടെ കോന്തല പിടിച്ച് കരഞ്ഞു പറയുമായിരുന്നത്രേ, ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മയെ പിരിയൂല, ഞാൻ എന്റെ ഉമ്മയെ പിരിഞ്ഞു പോകൂല, എന്നെ കെട്ടിച്ചയക്കരുത്, ഞാൻ ഉമ്മയുടെ കോന്തല വിട്ടുപോകൂല. അങ്ങനെ പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ജീവിതം അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് 70 വയസ്സ് പ്രായമെത്തിയ അവശതയിലും പ്രയാസത്തിലും എത്തിയ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ പത്നിയായ ഖദീജ ബീവി ലോകത്തോട് പട പറഞ്ഞു. ഒന്നുകൂടി ഫാത്തിമ ഒറ്റപ്പെട്ടു. മനസ്സിലാക്കണം, ഖദീജയുടെ സ്ഥാനത്തേക്ക് ആയിഷ കടന്നു വന്നിരിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ആയിഷയുടെ മുമ്പിൽ വെച്ച് പരിശുദ്ധ നബി പ്രശംസിക്കുമായിരുന്ന ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്ന് പറയുന്നതിനിടയിൽ ഒരു ദിവസം പരിശുദ്ധ റസൂലിനോട് ആയിഷ ബീവി പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾക്ക് ഖദീജയെ പറ്റിയേ പറയാനുള്ളൂ. വന്നിട്ട് മകള് ചോദിച്ചു, ഉമ്മ കഷ്ടപ്പാട്. ഖദീജ ബീവി പറഞ്ഞ മറുപടി പ്രകാരമാണ്, മോളെ, ലോകത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെയാണ് എനിക്ക് ഭർത്താവായിട്ടും നിനക്ക് പിതാവായിട്ടും കിട്ടിയിട്ടുള്ളത്. മോളെ, ഇത് അനുഗ്രഹമാണ്. ഈ കഷ്ടപ്പാടുകൾ എന്റെ ഭർത്താവ് ആരാണ്, നിന്റെ പിതാവ് ആരാണ്, ഫാത്തിമ, അത് അള്ളാന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയാണ്.